പ്രവാചക ചരിത്രത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഈ കഥ വിശ്വാസം മനുഷ്യഹൃദയങ്ങളിൽ സൃഷ്ടിക്കുന്ന മാറ്റത്തിൻ്റെ കഥയാണ്. ലൗകിക സുഖങ്ങളോടുള്ള അഭിവാജ്ഞയെ അള്ളാഹുവിലും പാരത്രിക ലോകത്തിലുമുള്ള അഭിനിവേശമാക്കി പരിവർത്തിപ്പിച്ച വിശ്വാസത്തിൻ്റെ കഥയാണിത്. യമൻ നിവാസികളായ തജീബ് ഗോത്രം പ്രവാചക സന്നിധിയിൽ നിവേദക സംഘമായെത്തി. അവർ 13 പുരുഷന്മാരുണ്ടായിരുന്നു. അവരുടെ ആഗമനത്തിൽ പ്രവാചകൻ ഏറെ സന്തോഷിച്ചു. അവരെ നന്നായി സൽക്കരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാട് ചെയ്തു. അവർ പ്രവാചക സന്നിധിയിൽ വന്ന് പലതും ചോദിച്ചു പഠിച്ചു. അധികകാലം മദീനയിൽ താമസിക്കാൻ അവരിഷ്ടപ്പെട്ടില്ല. സ്വദേശത്തേക്ക് തിരിച്ച് തങ്ങൾ പഠിച്ചത് സ്വന്തം ജനതയെ പഠിപ്പിക്കാനുള്ള ആവേശമായിരുന്നു അവർക്ക്. യാത്ര ചോദിച്ചുകൊണ്ട് അവർ പ്രവാചകനെ സമീപിച്ചു. നിവേദക സംഘങ്ങൾക്ക് നൽകി വന്നിരുന്ന പാരിതോഷികങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് അവർക്ക് നൽകാൻ പ്രവാചകൻ ബിലാലിനോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു, ഇനി വല്ലവരും ബാക്കിയുണ്ടോ? ഉണ്ട്, അവർ പറഞ്ഞു. യാത്രാവാഹനങ്ങൾക്ക് കാവലിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ശരി, അവനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അവർ തിരിച്ചു ചെന്ന് കുട്ടിയോട് പറഞ്ഞു, പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ ആവശ്യങ്ങൾ ബോധിപ്പിച്ചോളൂ. ഞങ്ങൾക്ക് വേണ്ടത് കിട്ടി. ഞങ്ങൾ അദ്ദേഹത്തോട് യാത്ര പറയുകയും ചെയ്തു. കുട്ടി പ്രവാചക സന്നിധിയിൽ വന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ അബദി ഗോത്രാംഗമാണ്. അല്പം മുമ്പ് അങ്ങയെ സമീപിച്ച സംഘത്തിൻ്റെ ആവശ്യങ്ങൾ അങ്ങ് നിർവഹിച്ചു കൊടുത്തല്ലോ. ഇനി എൻ്റെ ആവശ്യങ്ങളും ദയവായി നിർവഹിച്ചു തരൂ. പ്രവാചകൻ, എന്തൊക്കെയാണ് നിൻ്റെ ആവശ്യങ്ങൾ? കുട്ടി, എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കൂട്ടുകാരുടേതുപോലുള്ള ആവശ്യങ്ങളല്ല. അവർ ഇസ്ലാമിനോടുള്ള പ്രിയം കൊണ്ട് വന്നവരാണെങ്കിലും അള്ളാഹു സത്യം, എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വരെ വന്നത് എനിക്ക് പുറത്തു തരാനും എന്നിൽ കരുണ ചൊരിയാനും എൻ്റെ ഐശ്വര്യം എൻ്റെ മനസ്സിൽ നിക്ഷേപിച്ചു തരുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുവാൻ മാത്രമാണ്. കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു നിർത്തി പ്രവാചകൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും അവനിൽ കരുണ ചൊരിയുകയും ഐശ്വര്യം അവൻ്റെ മനസ്സിൽ നിറക്കുകയും ചെയ്യണമേ. അനന്തരം സംഘത്തിലെ ഓരോ അംഗത്തിനും നൽകിയത്ര പാരിതോഷികം കുട്ടിക്കും നൽകി സംഘം തിരിച്ചുപോയി. ഹിജ്റ 10-ാം വർഷം മിനായിൽ വെച്ച് ഈ സംഘം പ്രവാചകനെ കണ്ടുമുട്ടാനിടയായി. പ്രവാചകൻ ചോദിച്ചു, നിങ്ങളോടൊപ്പം അന്ന് എന്നെ സന്ദർശിച്ച ആ കുട്ടി എവിടെ? അവർ പറഞ്ഞു, പ്രവാചകരെ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹു നൽകിയതിൽ അവനേക്കാൾ സംതൃപ്തനായി കഴിയുന്ന മറ്റൊരാളെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടുമില്ല. ജനങ്ങളെല്ലാം ചേർന്ന് ഈ ദുനിയാവിനെ ഓഹരി വെക്കുകയാണെങ്കിൽ പോലും അവനങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. ഇത് കേട്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, മനുഷ്യൻ മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ പ്രവാചകരെ മരിക്കുക? പ്രവാചകൻ പ്രതിവചിച്ചു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്നവരുണ്ട്. അവരുടെ മോഹങ്ങളും അഭിലാഷങ്ങളും ഭൂമിയിലെ താഴ്വരകളിൽ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു താഴ്വരയിൽ വെച്ചാകും മരണം അവനെ പിടികൂടുക. ഏതിൽ വെച്ചാണവൻ നശിച്ചതെന്ന് അള്ളാഹു നോക്കുകയില്ല. ആ കുട്ടി നല്ല നിലയിൽ ജീവിച്ചു. ലൗകിക സുഖങ്ങളോട് ആർത്തി കാണിക്കാതെയും അള്ളാഹു നൽകിയതിൽ സംതൃപ്തി പൂണ്ടും. പ്രവാചകൻ കാലഗതി പ്രാപിക്കുകയും യമൻകാരിൽ വലിയൊരു വിഭാഗം ഇസ്ലാം വെടിയുകയും ചെയ്തപ്പോൾ ആ കുട്ടി ഇസ്ലാമിൽ ഉറച്ചുനിന്ന് സ്വഗോത്രക്കാരിൽ ബോധവൽക്കരണം നടത്തി. തന്മൂലം അബദി ഗോത്രക്കാരും ഇസ്ലാം കൈവിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് സ്ഥിതിഗതികൾ ഗ്രഹിച്ചു. അവൻ ഇസ്ലാമിന് ചെയ്ത സേവനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി. ആ കുട്ടിക്ക് നന്മ നേർന്നുകൊണ്ട് അദ്ദേഹം യമൻ ഗവർണറായ സിയാദ് ബിൻ ലബീദിന് എഴുതുകയുണ്ടായി.